ഹായ് മക്കളെ, എല്ലാവർക്കും സനിതാസ് ഓൺലൈൻ ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാസ ഹാവ് ഹാഡിന്റെ ഉപയോഗങ്ങളെ കുറിച്ചിട്ടാണ്. നോക്കിയേ മക്കളെ, ഹാസിനും ഹാവിനും ഒരേ അർത്ഥമാണ് വരുന്നത്. എന്താണ്? ഉണ്ട് എന്ന അർത്ഥത്തിലാണ് സെന്റൻസിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ വെർബായിട്ടും ഹാസും ഹാവും ഹാഡും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അല്ലാതെ നമ്മൾ ഉപയോഗിക്കും എന്തെന്നുള്ള അർത്ഥം കിട്ടാനായിട്ട് ഉപയോഗിക്കും? ഉണ്ട് എന്ന അർത്ഥം കിട്ടാനായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഹാഡാണെങ്കിലോ ഉണ്ടായിരുന്നു എന്നർത്ഥം കിട്ടാനായിട്ടാണ് ഹാഡ് ഉപയോഗിക്കുന്നത്. എന്ത് കിട്ടാനായിട്ടാണ്? ഉണ്ടായിരുന്നു എന്ന അർത്ഥം കിട്ടാനായിട്ട്. ഹാസിന്റെ ഹാവിന്റെ ഉപയോഗം എന്താണ്? ഉണ്ട് എന്നർത്ഥം കിട്ടാനായിട്ടും ഹാഡ് ഉണ്ടായിരുന്നു എന്നർത്ഥം കിട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. വെർബാണ്, അത് ഓർമ്മ വേണം കേട്ടോ. ഇനി നമുക്ക് സിംഗുലർ നൗൺസും പ്ലൂറൽ നൗൺസും ഓർക്കുന്നുണ്ടോ? സിംഗുലർ നൗൺസ് ഏതൊക്കെയായിരുന്നു? സിംഗുലർ നൗൺസ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? ഒന്നേ ഉള്ളൂ അല്ലെ, അതിനെയാണ് നമ്മൾ സിംഗുലർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഹീ പറയാം, ഷീ പറയാം, ഇറ്റ് പറയാം, ദിസ് പറയാം, ദാറ്റ് പറയാം അല്ലെ. പിന്നെ ഒരാളുടെ പേര്, ഒരു വ്യക്തിയുടെ പേര് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ സിംഗുലർ നൗൺ ആയിട്ട് ഉപയോഗിക്കും. ഇനി പ്ലൂറൽ നൗൺ ഏതൊക്കെയാണ് മക്കളെ? പ്ലൂറൽ നൗൺസ് ഓർമ്മയുണ്ടോ? ഐ, യു, വി, ദേ, അതുപോലെ തന്നെ ദീസ്, ഇവ, THOS, ദോസ്, അവ. ഇത്രയുമാണ്. പിന്നെ എന്താണ്? ഒന്നിലധികം പേരുടെ കാര്യം പറയാൻ നേരത്തെ നമ്മളത് പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ്? ഈസ്, വാസ്, ഹാസ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ നൗൺസിന്റെ കൂടിയാണ്. ഏതൊക്കെയാണ്? ഈസ്, വാസ്, ഹാസ്, ഇവയൊക്കെ ഏതിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്? സിംഗുലർ നൗൺസിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഇനി പ്ലൂറൽ നൗൺസിന്റെ കൂടെ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാ? വാസ്, വേറെ, ആറ്, ഹാവ് അല്ലെ. വേറെ, ആറ്, ഹാവ്, ഇവയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതിന്റെ കൂടെയാ മക്കളെ? പ്ലൂറൽ നൗൺസിന്റെ കൂടെ ഉപയോഗിക്കുകയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്തിലേക്ക് കിടക്കാം? ഹാസിന്റെ, ഹാവിന്റെ, ഹാഡിന്റെ ഉപയോഗത്തിലേക്ക് കിടക്കാം. ഒന്നാമതാണ് മക്കളെ, ഷീ ഹാസ് എ കാർ. എന്താണ്? ഷീ ഹാസ് എ കാർ. എന്താണ് അർത്ഥം? ഷീ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അർത്ഥം? അവൾ അല്ലെ. ഹാസിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു ഉണ്ട്. കാറ്, കാറ് തന്നെ. ഷീ ഹാസ് എ കാർ. അവൾക്ക് ഒരു കാർ ഉണ്ട്. ഹാസിന്റെ അർത്ഥം എന്താണ്? ഉണ്ട്. ഷീ ഹാസ് എ കാർ. ഇനി ഹീ ചേർത്ത് പറയുമ്പോഴോ? ഹീ ഹാസ് എ കാർ. ഹീ ഹാസ് എ കാർ. അവന് ഒരു കാർ ഉണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഒന്ന് അർത്ഥം പറഞ്ഞേ. ദേ ഹാവ് എ കാർ. വെരി ഗുഡ്, എല്ലാരും പറഞ്ഞല്ലേ. അവർക്കൊരു കാറുണ്ട്. ഇവിടെ നോക്കിക്കേ, പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഏതാ ചേർത്തേ? ഹാവാണ് ചേർത്തത് അല്ലെ. ഷീയും ഹീയും എന്താണ്? സിംഗുലർ ആണ്, ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഹാസ് ചേർത്തത്. ദേ ആകുമ്പോ അവിടെ എന്താവും മക്കളെ? പ്ലൂറലായി. അതുകൊണ്ട് നമ്മൾ അവിടെ എന്തേ ചേർക്കാവുള്ളൂ? ഹാവേ ചേർക്കാവുള്ളൂ. ഇനി ഹാസും ഹാവും ചേർത്തുകൊണ്ട് നിങ്ങൾ ഒരു 2 സെന്റൻസ് തയ്യാറാക്കത്തില്ലേ? ഉറപ്പല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഹാഡിന്റെ ഉപയോഗത്തെ പറ്റി പറയാം. ഹാഡിന്റെ അർത്ഥം എന്തായിരുന്നു മക്കളെ? ഞാൻ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ഉണ്ടായിരുന്നു അല്ലെ. ഹാഡിന്റെ അർത്ഥം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കൊന്ന് ഹാഡ് ചേർത്തുള്ള സെന്റൻസ് എഴുതി നോക്കാം. ഹാഡ് നമുക്ക് ഐ, യു, വി, ഷീ, ഹീ തുടങ്ങി സിംഗുലറിന്റെയും പ്ലൂറലിന്റെയും കൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം മക്കളെ? ഹാഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഷീ ഹാഡ് എ കാർ. ഷീ ഹാഡ് എ കാർ. അവൾക്കൊരു കാറ് ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ കാർ എന്ന് പറയുമ്പോ എന്താണ് അർത്ഥം? അവൾക്കൊരു കാറ് ഉണ്ടായിരുന്നു. ഇനി ഐ ഹാഡ് എ മീറ്റിംഗ്. ഐ ഹാഡ് എ മീറ്റിംഗ്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഹാഡിന്റെ അർത്ഥം എന്താണ് വരുന്നത്? ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അപ്പം ഹാസിന്റെയും ഹാവിന്റെ അർത്ഥം എന്തായിരുന്നു? ഉണ്ട് എന്നും ഹാഡാകുമ്പോൾ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലുമാണ്
ഉപയോഗിക്കുന്നത്. ഇനി ഹാസ് ആണെങ്കിൽ നമ്മൾ ഏതിന്റെ കൂടെ ഉപയോഗിക്കുന്നത്? സിംഗുലർ നൗൺസിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയായിരുന്നു സിംഗുലർ നൗൺസ്? ഓർത്ത് പറഞ്ഞേ. ഹിയർ, ഷിയർ, ഇറ്റ്, ദിസ്, ദാറ്റ്. ഇനി പ്ലൂറൽ നൗൺസ് ഏതൊക്കെയായിരുന്നു? ഐ, യു, വി, ദേ, ദീസ്, ദോസ്. ക്ലിയർ അല്ലേ മക്കളെ? ദീസ് ആർ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവയെല്ലാം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ദീസ്, ഇവ, ദോസ്, അവ. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ ടെൻസ് ഇന്ന് എടുക്കാന്നായിരുന്നു പറഞ്ഞു. ടെൻസ് നമ്മളൊരു വൈഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്. അതിലേക്ക് നമുക്ക് കടക്കണ്ട. ഇപ്പോ നമ്മൾ ഈ 21 ഡേയ്സ് ചലഞ്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് കടക്കാം. കാരണം നമ്മൾ ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനുമാണ് അല്ലെ. അപ്പൊ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ടെൻസിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാം. പിന്നെ വെർബിന്റെ V1, V2, V3 ഫോമുകളുണ്ട്. അത് ഞാൻ ഇനിയിപ്പോ ഉടനെ തന്നെ ഷോർട്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് ഡെയിലി ഒരു 1-2 എണ്ണം വെച്ചൊക്കെ എന്റെ മക്കള് പഠിച്ച് പോവുക. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ടെൻസ് പഠിക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ സിംഗുലർ നൗൺസ്, പ്ലൂറൽ നൗൺസ് പഠിച്ചു, സബ്ജക്റ്റ് പഠിച്ചു. ഇനി വെർബ്സും കൂടെ ഉണ്ട്. വെർബും കൂടെ ഞാനൊന്ന് പറയട്ടെ മക്കളെ. ഇതിന്റെ ഒപ്പം തന്നെ പറയണോ? അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലെ. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ മെയിൻ വെർബുകൾ ഏതൊക്കെയാണെന്ന് ചെയ്യാം. അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് ടെൻസിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടെ വന്നിട്ട് ടെൻസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. അല്ലാതെ നമ്മൾ നേരെ ടെൻസിലേക്ക് എടുത്ത് ചാടുമ്പോൾ എന്താവും പറ്റുക? പടം എന്താണെന്നൊരു ഡൗട്ട് വരും. അപ്പൊ നമുക്ക് അടിസ്ഥാനം നല്ല രീതിയിൽ ഉറപ്പിച്ച് ക്ലാസ് മുന്നോട്ട് പോകാം. അപ്പൊ എല്ലാവരും ഡെയിലി ക്ലാസ്സസ് കാണുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നാളെ കാണാം മക്കളെ. ബൈ ബൈ.